നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മരുന്നാണ്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഈ ക്ലാസ്സിലൂടെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തുവാനും കഴിയണം. അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ കണ്ടക്ട് ചെയ്തത്. ഇതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു പ്രയത്നം തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഗ്രാമോദയ ഭവൻ വളരെ കാലമായിട്ട് തന്നെ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് തന്നെയാണ്. എനിക്ക് കൊറോണ വന്നതോട് കൂടിയിട്ടാണ് ഈ അസുഖം വന്നത്. എനിക്കറിയില്ലായിരുന്നു ഞാനൊരു രോഗിയാണെന്നുള്ള വിവരം. എൻ്റെ കണ്ണ് മഞ്ഞളിച്ചു, എനിക്ക് കണ്ണ് കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറി. പക്ഷെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭക്ഷണമാണ് ഇതിൻ്റെയൊക്കെ മൂലകാരണമെന്ന്. പക്ഷെ എനിക്കതങ്ങോട്ട് ഉൾക്കൊള്ളാനൊന്നും കഴിഞ്ഞില്ല. കാരണം നമ്മൾ ശീലിച്ചു വന്ന ഒരു രീതി, അതിൽ നിന്ന് നമ്മൾ വിട്ടു മാറുന്നതിന് മാറണം എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മാനസികമായിട്ട് നമ്മളതിന് പൊരുത്തപ്പെടുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് 500-ന്റെ അടുത്തെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 2 നേരവും ടാബ്ലറ്റ് എടുത്തു, കണ്ണട വെക്കാൻ പറഞ്ഞു, അതൊക്കെ ചെയ്തു. പക്ഷെ മരുന്ന് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന ഒരു അവസ്ഥ, അതായത് ഒരു ഉന്മേഷക്കുറവ് മാത്രമല്ല, നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. എപ്പോഴും കിടക്കണം എന്നുള്ള ഒരു തോന്നല്. എങ്ങനെയെങ്കിലൊക്കെ വീട് പണികൾ ചെയ്യും, വേഗം പോയി റെസ്റ്റ് എടുക്കും. അതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു മുക്തി നേടാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് ഞാൻ മാറിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ മില്ലറ്റ്സിലേക്ക് മാറിയത്. പക്ഷെ അതെനിക്ക് കഴിച്ചപ്പോൾ നല്ല മാറ്റങ്ങൾ ഉണ്ടായി. എൻ്റെ ശരീരവേദന, ജോയിന്റ് പെയിൻസ് അതൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ എനിക്കൊരു മോചനം കിട്ടിയ പോലെ ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ മാറി. പിന്നെ അദ്ദേഹം പറഞ്ഞു ഷുഗറിന്റെ മരുന്ന് കണ്ടിന്യൂ ചെയ്യണം ഇതിൻ്റെ ഒപ്പം. കാരണം എൻ്റെ അനുഭവമാണ്, ഞാൻ 2 നേരം ഗുളിക കഴിച്ചിരുന്ന ആള് പിന്നെ അത് പതുക്കെ 1ലേക്ക് മാറ്റി. പിന്നെ എൻ്റെ ഭക്ഷണം എൻ്റെ ശരീരത്തെ വീണ്ടെടുക്കുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായപ്പോൾ ഞാനത് വീണ്ടും 1 നേരം 1 മുറി ഗുളിക എന്ന ആ രീതിയിലേക്ക് എത്തിച്ചേർന്നു. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഈ മില്ലറ്റ്സ് തന്നെയാണ് 2 നേരം ഭക്ഷണമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. 1 നേരം ഞാൻ ചോറുണ്ണുന്നുണ്ട് കേട്ടോ. പക്ഷെ അത് സത്യം നമുക്ക് ആ ചോറ് നമ്മൾ ശീലിച്ചു വന്ന രീതിയാണല്ലോ. അപ്പൊ സത്യം പറഞ്ഞ ചോറ് കാണുമ്പോൾ ഉണ്ണണം ആ ഒരു തോന്നൽ കൊണ്ടാണ് ഇനി അത് ഉപേക്ഷിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ നിത്യജീവിതത്തിൽ മരുന്നിനേക്കാൾ നമ്മുടെ ഭക്ഷണത്തിന് വളരെയധികം പ്രയോറിറ്റി ഉണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പൊ വയസ്സായ ആൾക്കാർ നമ്മുടെ വീട്ടിൽ, അതായത് അദ്ദേഹത്തിന്റെ അമ്മ, എൻ്റെ അമ്മായി അമ്മ, അവർക്ക് അങ്ങനെ അസുഖങ്ങളൊക്കെ ഇതുവരെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ പുള്ളി പറയാറുണ്ട് നീ കഴിക്കുന്നതോടൊപ്പം അമ്മയ്ക്കും കൊടുക്കുന്നു. പക്ഷെ അവർ ഈ ചോറൊക്കെ ഉണ്ടായി ശീലിച്ച ഒരു രീതിയിൽ ആയതുകൊണ്ടായിരിക്കാം അവർക്ക് അതങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കും വയസ്സായ ആൾക്കാർക്കൊക്കെ ഇത് നമ്മൾ കൊടുക്കാൻ ശ്രമിക്കുക. 1 നേരം അവരത് കഴിക്കുകയാണെങ്കിൽ അവരുടെ ശരീരത്തിലൊരു മാറ്റം ഉണ്ടാവട്ടെ. നമ്മൾ കഴിയുന്നത്ര ജോലികൾ ചെയ്യണം. എനിക്ക് അതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന് ഞാനൊരു ഷുഗർ പേഷ്യൻ്റ് ആവേണ്ടി വന്നു. കാരണം ഭക്ഷണം കഴിക്കുക, TV കാണുക, അങ്ങനെയൊക്കെ ആ ഒരു രീതിയിൽ നിന്നൊക്കെ ഇപ്പം ഞാൻ മാറി. ഈ ഭക്ഷണം കഴിക്കേണ്ട രീതിയെ കുറിച്ച്, എങ്ങനെ കഴിക്കണം, ഏത് രീതിയിൽ കഴിക്കണം, എപ്പോ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു നോട്ടീസ് അച്ചടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ കിറ്റോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ നോട്ടീസും തരികയും അതിനനുസരിച്ച് ഭക്ഷണം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഷുഗർ എന്നുള്ള ഈ മാറാവ്യാധി നിശേഷം നശിച്ച് നാരാസായി പോകും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഞാനും വർക്ക് ചെയ്യുന്ന ഇത്തരം ഒരു മേഖലയിൽപ്പെട്ട മറ്റൊരു പ്രസ്ഥാനത്തിലാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവയുടെ പ്രവർത്തനങ്ങളെ വിട്ടുനിൽക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങനെ സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അപ്പൊ ഇതിന് ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, ആരെങ്കിലും നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പ്രമേഹ രോഗികൾക്ക് ഇതുപോലെ കിറ്റ് വേണം, അല്ലെങ്കിൽ ഇത് കഴിക്കണം എന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഗ്രാമോദയ ഭവനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവർക്കൊരു ലാഭമില്ലാണ്ട്, അതായത് ഇതിന് മാനുഫാക്ചറിങ് കോസ്റ്റിന് ഈ സാധനം കൊടുക്കും ഞങ്ങളിലൂടെ. ഇത് കടകളിൽ ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. അവിടെ പോയി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ 1600 രൂപ കൊടുത്ത് വാങ്ങിക്കണം. 100 ദിവസം കണ്ടിന്യൂ ആയി കഴിച്ചാൽ ഷുഗർ പൂർണ്ണമായും മാറും എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്.
നിങ്ങൾ ഈ പറയുന്ന ഡയറ്റ് 90 ദിവസം കഴിച്ചു വന്നാൽ ഷുഗർ പാടെ മാറും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 5 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പോ സാറ് പറഞ്ഞു സൾഫർ കണ്ടന്റ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. ആ സൾഫർ കണ്ടന്റ് അടങ്ങുന്ന ഒരു ഹെർബൽ ഡ്രിങ്ക് മിക്സ് ആണ് ഇത്. അതിൽ 2 മിക്സ് ചെയ്യാനുള്ള സാധനമുണ്ട്. ഒന്ന് അശ്വഗന്ധിയാണ്, മറ്റൊന്ന് ഹെർബൽ മിക്സ് ആണ്. ഇതാണ് നമ്മൾ ഷുഗറിനെ ഇറക്കുന്ന മെഡിസിൻ അല്ല, കൂട്ട്. ഈ കൂട്ട് 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ബോട്ടിലോ അല്ലെങ്കിൽ പാത്രത്തിലാക്കി വെക്കുക. ദാഹം വരുമ്പോഴൊക്കെ ദാഹശമനിയാണ്. ഈ വെള്ളം 2 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചയറ്റതിന് ശേഷം വെള്ളം എപ്പോഴൊക്കെ കുടിക്കാൻ തോന്നുന്നോ അപ്പൊ കുടിക്കാൻ തോന്നിയിട്ടില്ലെങ്കിൽ 2 ലിറ്റർ വെള്ളം ഒരു ദിവസം മാക്സിമം കുടിച്ച് തീർക്കുക. അതിൽ നിങ്ങൾ പറയുന്ന സൾഫർ കണ്ടന്റ് ഉള്ളതുകൊണ്ടും അത് ആ ഇത് പാലിക്കും. അപ്പൊ അതിനുള്ള മിക്സ് ആണ് ഹെർബൽ ഡ്രിങ്ക് മിക്സ്. 2 ലിറ്റർ വെള്ളത്തിന് മുഴുവനല്ല, 2 സ്പൂൺ. സോറി, 2 സ്പൂൺ. പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. ഇപ്പൊ ചിലപ്പോൾ 400 300 200 ഒരു 150 വന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇവൻ മെല്ലെ 2 സ്പൂൺ 1 സ്പൂൺ. അത് 150 താഴെ വന്നാൽ ഇത് പാടെ ഉപേക്ഷിക്കണം. കാരണം ഷുഗർ ഇറങ്ങാനും പാടില്ല, ഇറങ്ങിയാലും പ്രശ്നമാണ്. ഇവൻ നിങ്ങൾ ഷുഗർ കമ്മിയാക്കും, അത് ഷുഗർ കുറയാണ്ട് നോക്കാം. അതായത് ബാലൻസ് ചെയ്യണം എന്നാ പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ഡ്രിങ്ക് മിക്സ് കെയർ ചെയ്ത് ഉപയോഗിക്കുക, അത് പഠിച്ചുപയോഗിക്കുക, മാറിപ്പോകരുത്. ദാഹശമനിയായിട്ട് ഉപയോഗിക്കുക. ഷുഗർ 150 വന്നു കഴിഞ്ഞാൽ ഈ ദാഹശമനി പാടായിട്ട് മാറ്റി വയ്ക്കുക. വേണമെങ്കിൽ ഉലുവ, വീട്ടിലെ ഉലുവ ഉണ്ടെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് കഴിച്ചാലും മതി. ഇതിന് പകരം ഇതിൽ ഉലുവയുണ്ട്, ആശാലുണ്ട്, അശ്വഗന്ധ, അങ്ങനെ കുറച്ച് നമ്മുടെ വൈദ്യന്മാര് നിർദ്ദേശിച്ചു തന്ന കുറച്ചൊരു കൂട്ടാണ് ഇതിനകത്ത്. 5-6ഓളം മെഡിസിൻ ചേർത്ത് ഉണ്ടാക്കിയ ഒരു കൂട്ടാണ്. അത് ഷുഗർ കണ്ടന്റിന് വേണ്ടിയിട്ട്. അതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഒലിവിയാണ്. ഉലുവ വെള്ളത്തിട്ട് നിങ്ങൾ കഴിച്ചാലും മതി. ഏകനായകവും കണ്ടന്റ് അതിൽ കുറച്ചുണ്ട്. ഏകനായകമൊക്കെ ഷുഗറിനെ പാട് നമ്മുടെ ശരീരത്തിൽ നിന്നിട്ട് ഷുഗർ മാറ്റാൻ ഗുളിക കഴിക്കണമെന്നില്ല. ഏകനായകം കുറച്ചെടുത്ത് വായിലിട്ടാൽ ഷുഗർ കോമി. അത് വഴികളുണ്ട്, ഷുഗർ ഇറക്കാനൊക്കെ നിറയെ വഴികളുണ്ട്. അതൊന്നും പറഞ്ഞു തന്നെ നിങ്ങൾ അതൊക്കെ വാരി വെച്ച് കഴിക്കുക. ഷുഗർ ഇറങ്ങി പിന്നെ അത് വല്ലാത്ത പ്രശ്നത്തിൽ കൊണ്ടുപോയി. ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഗ്രാമദേവനാളുകളൊന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിടിച്ച സ്റ്റേഷനിൽ കൊണ്ടില്ല. അതുകൊണ്ട് ഷുഗർ കുറയാനുള്ള മരുന്നുകളൊന്നും നമ്മൾ പറഞ്ഞു തരുന്നില്ല. ഇത് കഴിക്കുമ്പോൾ ഉപയോഗിക്കുക. പിന്നെ സാറ് പറഞ്ഞ മില്ലറ്റുകളുണ്ടല്ലോ, തിന, കുതിരവാലി, ആ 4 മില്ലറ്റാണ് ഈ 4 പാക്കറ്റിലായിട്ട് ഈ കിറ്റിനകത്തുള്ളത്. ഇത് വരക്. അപ്പൊ വരക് ഉപയോഗിക്കേണ്ട രീതി സാറ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ഈ ഏത് മില്ലറ്റും 2 ദിവസം, വരക് ഇന്നും നാളെയും കഴിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം തിന 2 നാളെയും കഴിക്കുക. അങ്ങനെ റുട്ടീനായിട്ട് വരിക. ഓരോ സാധനം എടുത്ത് 2 ദിവസം ഉപയോഗിക്കുക. വരക് 2 ദിവസം, തിന 2 ദിവസം, ചാമ 2 ദിവസം, അങ്ങനെ 4 മില്ലറ്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ 2 ദിവസം ഉപയോഗിച്ച് വരിക. പിന്നെ ആ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യം ചെയ്യേണ്ടത് വെറും വയറ്റിൽ പടവലങ്ങ ജ്യൂസ്. ഫസ്റ്റ് ചെയ്യേണ്ടത് എണീറ്റതും വെറും വയറ്റിൽ പടവലങ്ങ ജ്യൂസ് കുരു കളഞ്ഞ് മിക്സിയിൽ അരിച്ചെടുത്ത് അതിൽ ഉപ്പ് ഒന്നും ചേർക്കാതെ 1 ഗ്ലാസ് കുടിക്കുക. വൈകിട്ട് 6 മണിക്ക് കുടിക്കുക. ഇതാണ് ഈ ഡയറ്റ് ചാർട്ട്. ഇത് മനസ്സിലാവട്ടെ. പറഞ്ഞ് പടവലങ്ങ ജ്യൂസ് മറക്കണ്ട. വേവിച്ച് കഴിക്കാം, പക്ഷെ വേവിച്ച് കഴിച്ചാൽ ഇത് ഗുണം ചെയ്യില്ല. 20% എന്തായിട്ട് നമ്മുടെ ഒരു വൈറ്റമിൻ മിനറൽസും 20% കിട്ടുള്ളൂ. പച്ചയ്ക്ക് തന്നെ കഴിക്കുക. പിന്നെ സാറെന്ന് പറയുന്നത് ഒരു ഹോർമോൺ വേണമെന്ന് പറഞ്ഞു. തളിരിലയിൽ നിന്ന് കിട്ടും, ചീര തളിരില എന്ന് പറയില്ലേ, അതിനാണ് ഈ തളിര് ഇലയിൽ നിന്ന് ഉണ്ടാക്കിയ ഈ ഗ്രീൻ ടീ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾക്ക് ചീര എപ്പോഴും കിട്ടിയെന്ന് വരില്ല. ഇത് തന്നെ വാങ്ങിച്ചു വെച്ചാൽ കാലത്തും വൈകിട്ടും ചായക്ക് പകരം ഈ ഗ്രീൻ ടീ ശീലിച്ചാൽ ആ സാറ് പറഞ്ഞ ഹോർമോൺ അതിൽ മെയിൻറ്റെയിൻ ആകും. ഇപ്പൊ പടവലങ്ങ ജ്യൂസ്, ഗ്രീൻ ടീ കുടിക്കുക. ഭക്ഷണത്തിന് പകരം 3 നേരം മില്ലറ്റിലേക്ക് മാറും. ഇനി ചോറ് കഴിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. ചോറ് കഴിക്കണതിന് കുഴപ്പമില്ല. ചോറ് കഴിച്ചിട്ടാണല്ലോ ഈ പ്രശ്നം വന്നത്. അപ്പൊ 2 കഴിയുന്നവര് കൂടുതലുള്ളവർ 3 നേരം കഴിക്കുക. കുറച്ചൊക്കെ ഷുഗർ ഉള്ളവർ 2 നേരം കഴിച്ചാലും മതി. ഇതിന് ഏകദേശം ഒരാൾ കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു കണക്ക് പ്രകാരം 20. കാരണം നമ്മുടെ വൈഫ് ഇതാണ് 2 കൊറോണയ്ക്ക് ശേഷം വൈഫിന് 800 900 ഷുഗർ.
വൈഫ് അപ്പൊ ഇത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ടാ പറയണത്. കാരണം ഞാൻ എന്റെ വൈഫിൽ പരീക്ഷിച്ച് 2 തവണ പരീക്ഷിച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പൊ 28 ദിവസം ഒരാള് ഒരു ആഹാരം വരും, നിങ്ങളൊരു മിനിമം കഴിക്കുന്നത് 28 ദിവസത്തേക്ക് വരും. അപ്പൊ അത് പടവലങ്ങ ജ്യൂസ്, ഗ്രീൻ ടീ, ചായ, ഫുഡ് 3 പറഞ്ഞു. ഇനി ഏതുകൊണ്ട് എഴുതിയിരിക്കണത്? പടവലങ്ങ ജ്യൂസ്, ഗ്രീൻ ടീ, ഭക്ഷണം. ഇനി ശരീരം ഒന്ന് വേർക്കണം, അതിനാണ് നിങ്ങൾ നടക്കുന്നത്. ഡോക്ടർമാരോട് നടക്കാൻ പറയും. ഷുഗർ പേഷ്യന്റ് നടന്നതുകൊണ്ട് കാര്യമില്ല, കാലിക്ക് മാത്രമേ എക്സസൈസ് ആവുള്ളൂ. നമ്മുടെ ഓരോ ശരീരത്തിന്റെ കോശങ്ങളും അതിൻ്റെ ഉള്ള മാലിന്യങ്ങളും ശരീരത്തിലുള്ള ഉപ്പ് പുറത്തോട്ട് പോകണം. ഒരു 40% രോഗം അതിൽ പോകും. അപ്പൊ അതിനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒന്നിൽ സ്റ്റീം ബാത്ത് ചെയ്യണം, അതായത് ആവി പിടിക്കുക, ശരീരം ആവി പിടിക്കുക. അതിനൊരു ഓയിൽ ഉണ്ട്, ആ ഓയിൽ ഈ കിറ്റിനകത്ത് വെച്ചിട്ടില്ല. കാരണം സാധാരണ നടക്കാനൊക്കെ കഴിയുന്നവർക്ക് ഓയിലിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ലെമൺ ഓയിൽ കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ലെമൺ ഓയിൽ ശരീരത്തിൽ തേച്ച് സ്റ്റീം ബാത്ത് എടുക്കുക, അതായത് ആവി പിടിക്കുക. ആവി പിടിക്കാൻ കഴിയാത്തവര് അതെടുത്തിട്ട് ഒന്ന് എക്സസൈസ് ചെയ്യണം. ശരീരം വേർക്കണവർ, നെറ്റി വേർക്കുന്നവർ എക്സസൈസ്. അല്ലെങ്കിൽ നടന്നാലും മതി, പക്ഷെ നടന്നു കഴിഞ്ഞാൽ ആ പൂർണ്ണത കിട്ടില്ല. അതായത് നമ്മൾ 100% മാറും എന്ന് പറയുമ്പോൾ ഈ എന്ത് ചെയ്യണം? ശരീരം വേർക്കണ പോലെ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റീം ബാത്ത് എടുക്കണം. ഡ്രിങ്ക് മിക്സ് 5ാമത്തെ, അത് നേരത്തെ പറഞ്ഞു, കുടിവെള്ളം. രോഗമില്ലല്ലോ, അവസ്ഥ ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ ഷുഗർ ഉള്ളവര് മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ ഇത് കഴിക്കാം. മരുന്ന് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് ഷുഗർ കുറയ്ക്കാനുള്ളതല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. ഷുഗർ ഇല്ലാണ്ടാക്കാനാണ്, ഷുഗർ മാറാനുള്ള മരുന്നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷുഗർ ബ്ലഡിൽ കയറിയിട്ട് വേറെ പ്രശ്നങ്ങൾ ഇല്ലാണ്ടിരിക്കാനുള്ള ഒരു നിയന്ത്രണം മാത്രമാണ് ഡോക്ടർമാർ ഇപ്പൊ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ വൈഫെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന്. അതിന്റെ അപകടത്തിലേക്ക് പെട്ടെന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മീഡിയേറ്റർ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷ് മരുന്ന് ഡെയിലി കഴിച്ചാൽ നമ്മളെ കിഡ്നി ബാധിക്കും. അതുകൊണ്ടാണ് ഷുഗർ പേഷ്യന്റിന് നേരെ കിഡ്നി ഡിസീസ് വരുന്നത്, അതായത് കിഡ്നി പ്രശ്നം വരുന്നത്. ഈ മരുന്ന് സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ, ഇതൊക്കെ അരയ്ക്കുന്നത് കിഡ്നിയാണല്ലോ. നമ്മൾ എന്ത് കഴിച്ചാലും അതിനെ അരച്ചിട്ട് വേർതിരിച്ച് വിടുന്ന കിഡ്നിയല്ലേ. അപ്പൊ നിങ്ങൾ ഈ സോഡയും മറ്റത്തെ കൃത്രിമ മരുന്നുകൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ എന്ത് ചെയ്യും? കിഡ്നി എന്ത് ചെയ്യും? അവിടെ നിൽക്കും, ഈ മതി എനിക്ക് അരയ്ക്കാൻ വഴിയായിട്ട് മാറി നിൽക്കും. അപ്പൊ കിഡ്നി ആയിട്ടും അല്ലല്ല, ആ കിഡ്നി കഴിഞ്ഞാൽ പിന്നെ മരുന്ന് കഴിക്കണ്ടല്ലോ, പിന്നെ അധികം കഴിക്കേണ്ടി വരില്ല. പിന്നെ അധികം കഴിക്കണ്ട, പിന്നെ ഒരു ഡോക്ടർ മരുന്ന് നോക്കിക്കോളോ, അവിടെ ഇവിടെയൊക്കെ കൊണ്ട്. പിന്നെ നമ്മുടെ ആവശ്യമില്ല, പിന്നെ ഡോക്ടർ മരുന്ന് ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടത്, മരുന്ന് നിർത്തരുത്. 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുക. കുറവാക്കിയിട്ടുണ്ടെങ്കിൽ 2 ഗുളിക കഴിക്കണമോ 1 ഗുളിയിലേക്ക് മാറുക. പിന്നെയും കുറവായാൽ 1ൽ നിന്ന് അരമുറിയിലേക്ക് മാറുക. നിങ്ങൾക്ക് ആ 120 ലെവലിലേക്ക് വന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പായ മരുന്നങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യുക, ഈവൻ അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കുക. ഇത് പിന്നെ ഇതിന്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ഈ ഫുഡ് മാത്രം കൺട്രോൾ ചെയ്യുന്നത്. വൃത്തിയായി പണിയെടുത്താൽ പിന്നെ മരുന്നിന്റെ ആവശ്യമില്ല. ശരീരം ഒന്ന് വേർത്താൽ മതി. ഇപ്പൊ നിങ്ങൾ പഞ്ചസാര ഷുഗറിന്റെ പ്രശ്നമാണ്, പഞ്ചസാര കഴിച്ചോളൂ, ഒരു പ്രശ്നം. പഞ്ചസാര പ്രശ്നം ഉണ്ടാക്കില്ല, ചോറാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും പഞ്ചസാര അത് കഴിച്ചോന്ന് മൂത്രം വെച്ച് ഒന്ന് എക്സസൈസ് കഴിച്ചാൽ ആ പഞ്ചസാരന്റെ പ്രശ്നം തീർന്നു. പഞ്ചസാര പ്രശ്നം ഉണ്ടാക്കുന്നു, പഞ്ചസാരയല്ല പ്രശ്നം ഉണ്ടാക്കുന്നത്, വേറെ പ്രശ്നം ഉണ്ടാക്കും. അതിപ്പോ ഡയറ്റിക്ക് നമുക്ക് കിടക്കുന്നില്ല. അപ്പൊ ഈ തരത്തിലാണ് ഇതിനെ നമ്മൾ കഴിച്ചുകൊണ്ട് മരുന്ന് നിർത്തരുത്. ഇത് നിങ്ങൾ 10-15 ദിവസം കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്കറിയില്ല, ഇപ്പോൾ 200 ആൾക്ക് 140ലേക്ക് വന്നോ, ആ വന്നതിന് ശേഷം മാത്രമേ മരുന്ന് നിർത്താവൂ. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നല്ലൊരു ഡോക്ടറിലേക്ക് നിർദ്ദേശം വാങ്ങിച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. നമ്മൾ പറയുന്നത് അപ്പടി അതിന്റെ ഫോളോഅപ്പും ചെയ്യേണ്ട. ഇത് ഭക്ഷണം വഴി മാത്രം, ഭക്ഷണം കഴിച്ചുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല. ഇപ്പൊ നമ്മൾ നിർദ്ദേശിച്ചാലും ഇത് ഭക്ഷണം നിർദ്ദേശിച്ചിരിക്കുന്നത് ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങൾക്കൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ആധികാരികമായി പറയുന്നത്. മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ഡോക്ടറെ തന്നെ കാണണം. ഡോക്ടർമാരെ ഒഴിവാക്കില്ല, മരുന്ന് വേണ്ടെന്ന് പറയില്ല, മരുന്ന് വേണം. മരുന്നില്ലാണ്ട് നമുക്ക് ജീവിക്കാനും കഴിയില്ല. പെട്ടെന്നൊരു പ്രശ്നം വരുമ്പോൾ ഡോക്ടറെ തന്നെ കാണിക്കണം. അല്ലാണ്ട് അത് വരാതിരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം കുഴിപ്പെട്ട് നിവർത്താൻ ഇവിടെ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പോയി കുഴിയിൽ പോയി പെട്ടതിന് ശേഷം നിങ്ങളെ രക്ഷിക്കാൻ ഒരുപാട് ആംബുലൻസ് ഉണ്ട്, ഒരുപാട് ഹോസ്പിറ്റലുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമാണോ, ഇവിടെ നിറയെ ചാരിറ്റികളുണ്ട്. ഇപ്പോൾ ഫിറോസ് കുന്നംപറമ്പിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിഡ്നി രോഗം വന്നോ, കിഡ്നി മാറ്റി വെക്കണോ, ഫിറോസ് അങ്ങനെയുള്ള ചാരിറ്റികൾ നിങ്ങൾ സഹായിക്കാനുണ്ട്. അപ്പൊ വന്നതിന് ശേഷം സഹായിക്കാൻ ഒരുപാട് പേരുണ്ട്. നിങ്ങൾ പക്ഷെ നിങ്ങൾ പെടണം, നിങ്ങൾ രോഗിയാകണം. അപ്പൊ നിങ്ങളെ കൈപിടിച്ച് നോർത്താൻ അത് പെടാതിരിക്കാനുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത്.
നിങ്ങൾ ആ കുഴിയിൽ പെടാതിരിക്കുക. അതിന് ആളുകൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, കൂടുതലുണ്ടാകും. അതുകൊണ്ടാണ് ഇവിടെ ആള് കമ്മി. നിങ്ങളെ പോയിട്ട് കുഴി പെടാതിരിക്കാനുള്ള പ്രവൃത്തിയാണ് നമ്മുടെ ഗ്രാമോദയ ഭവൻ അതുപോലെ സാറിനെ പോലുള്ളവരൊക്കെ ഈ ക്ലാസ് ഒക്കെ എടുക്കുന്നതൊക്കെ അതിന്റെ ഭാഗമാണ്. അവരെ കാണാനും വീക്ഷിക്കാനൊക്കെ ചുരുക്കം ആളുകൾ, നല്ലത് പറയുന്ന ആളുകളെ കേൾക്കാൻ കുറച്ച് ആളുകളുള്ളൂ. പക്ഷെ കുറച്ച് മതി, ഒന്ന് നന്നായാൽ മതി. നിങ്ങളൊന്ന് നന്നായാൽ മതി, നിങ്ങളുടെ വീട് എന്തായാലും നന്നാവും. അതാണ് നമ്മുടെ വിശ്വാസം. നിങ്ങൾ വീട് നന്നായി കഴിഞ്ഞാൽ നിങ്ങളുടെ അയൽക്കാർ ചോദിക്കും, നീ എങ്ങനെ നന്നായിരുന്നു? അസൂയാണല്ലോ, നന്നായി കണ്ടോടാലോ. അപ്പൊ ചോദിക്കും, അപ്പൊ ഞങ്ങൾ ഇങ്ങനെയാണ് നന്നായിയോ? ആരോ നിങ്ങൾ പറയും. അപ്പൊ അവർ വേറെ ആളൊക്കെ പറയില്ല, അവൻ നന്നായിക്കോളും. അപ്പൊ അടുത്താൾ ചോദിക്കും. അങ്ങനെ സമൂഹം മൊത്തം നന്നാവും. അങ്ങനെ നന്നാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട്